അതുകൊണ്ട് വീട്ടിലുള്ള പാവപ്പെട്ട നമ്മുടെ പ്രായം ചെന്നവരെ നിങ്ങൾ തട്ടിക്കടിക്കരുത്. അത് അഗ്നിയാണ്. എവിടെയാണോ ഉറ്റി വീഴുന്നത് അവിടെ കത്തിച്ചാമ്പലാകും. സഹായഹസ്തങ്ങൾ നമ്മൾ തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. പാവപ്പെട്ട ഒരു രോഗിയായി നമ്മുടെ വീട്ടിലുള്ള ആൾ കിടക്കുമ്പോൾ CH സെൻ്ററിൻ്റെ ആൾക്കാർ വന്നോട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കല്ലേ. എനിക്ക് അങ്ങനത്തെ അനുഭവമുണ്ട്. എൻ്റെ അടുത്ത് കുറച്ച് പെൺകുട്ടികൾ വന്ന് അവരിങ്ങനെ പല കാര്യത്തിനും വീട്ടിലേക്ക് വരുന്നതാണ്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പാലിയേറ്റീവിൻ്റെ മെമ്പേഴ്സാണ്. എന്നിട്ട് അവർ പറഞ്ഞ വാക്ക് ഇതാണ്: സാറേ, ഞങ്ങളൊരു വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരു പ്രായം ചെന്ന ആൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വയറ്റിന്ന് പോകാത്തത് കൊണ്ട്, മോഷൻ ഇല്ലാത്തത് കൊണ്ട് അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിച്ച പേരക്കൻ്റെ ജ്യൂസ് കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ പേരക്ക ജ്യൂസും കൊണ്ട് പാലിയേറ്റീവിൻ്റെ മെമ്പേഴ്സ് വീട്ടിൽ പോയിട്ട് ഇത് കൊടുക്കാൻ നേരമായപ്പോൾ കുളിപ്പിച്ച് വൃത്തിയാക്കിയൊക്കെ റെഡിയാക്കി അവസാനം ഇത് കൊടുക്കാൻ നേരത്തെ മരുവോൾ ഓടി വന്നിട്ട് പറഞ്ഞത്രേ അത് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഈ പാലിയേറ്റീവിൻ്റെ മെമ്പേഴ്സ് ചോദിച്ചത്ര അതെന്താ ഇത് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ പറഞ്ഞത് ഡോക്ടർ നിർദ്ദേശിച്ചതാണ് എന്ന് പറഞ്ഞു. അത് കൊടുത്താലേ ഇവിടെ മലമൂത്രമായി അവിടെ ഇങ്ങനെ കിടക്കും, എന്നെക്കെ ഉണ്ടാവില്ല അതൊന്നും വൃത്തിയാക്കാൻ എന്ന്. അപ്പോൾ ഇവർ ആഴ്ചയിൽ ഒരിക്കലോ ചെല്ലുക, ആഴ്ച വരെ ഈ പാവത്തിനെ കെടുത്തണമെന്ന് വിചാരിച്ചിട്ട് മരുമക്കൾക്കോ മക്കൾക്കോ വേണ്ടാതെ ഏതോ ഒരു സൈഡിലേക്ക് തള്ളിവിട്ട തന്തയെ നോക്കലല്ല CH സെൻ്ററിൻ്റെ ഉത്തരവാദിത്തം. അതോരോ മരുമക്കളുടെയും ഉത്തരവാദിത്തമാണ്, ഓരോ മക്കളുടെയും ഉത്തരവാദിത്തമാണ്. ഇത് നമ്മൾ മറക്കരുത്. ഇങ്ങനത്തെ കുറേ ആളുകൾ ഇങ്ങനെ ജനിക്കുന്ന സമയത്ത് നമുക്ക് തോന്നി അവരുണ്ടല്ലോ, അവർ നോക്കിക്കൊള്ളുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഏതെങ്കിലും ഹോം നഴ്സസിൻ്റെ പേരല്ല CH സെൻ്ററിൻ്റെ ആളുകളെന്ന്. ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ എന്നോടൊന്നും പറയരുത്. കാരണം എനിക്ക് ബോധ്യപ്പെട്ടത്, ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ വീട്ടിലുള്ള ഉപ്പമാരെ ഉമ്മാമ്മമാരെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്കാണ്. ഇനി ഉപ്പമാർ ചൂടാവുമല്ലോ ഉമ്മാമ്മമാർ ചൂടാവുമല്ലോ എന്ന് നിങ്ങൾ പറയും. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? നമുക്ക് കുറച്ച് പ്രായമാകുന്ന സമയത്ത് ബലക്ഷയം സംഭവിക്കുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് നെർവ് സിസ്റ്റവും മാറും. അതിന് നിങ്ങൾ കുറച്ചൊരു NLP എന്ന് പറഞ്ഞൊരു സാധനം ഒന്ന് വായിച്ചാൽ മതി, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. ഒരു മനുഷ്യന് ചൂടാകുന്ന സമയത്ത് അവൻ്റെ ഡയലോഗിൻ്റെ രീതി മാറും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളാന്ന് വിചാരിക്കും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലപ്പോൾ ഉദാഹരണം ഇതൊക്കെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നത്. അപ്പോൾ മാഷാ അല്ലാഹ്, എൻ്റെ ഉപ്പ കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് പോയത് മുപ്പരെ കൂടെ റൂമിലുണ്ടായിരുന്ന ആളാണത്. എൻ്റെ ഉപ്പാൻ്റെ കൂടെ റൂമിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇവരൊക്കെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ്, ഇതിലൊക്കെ നേതാക്കന്മാരാണ്. ഞാനിപ്പോൾ ആജിനോട് ചോദിക്കാൻ, അബ്ദുള്ളക്കനോട് ചോദിക്കുകയാണ്, ഉദാഹരണത്തിന് കേട്ടോ, ഒന്നും വിചാരിക്കരുത്, എന്താ നിങ്ങളെ പേര് എന്ന് നല്ലപോലെ ചോദിച്ചാൽ അബ്ദുള്ള എന്ന് പറഞ്ഞുതരും അല്ലേ. ഞാൻ ഇവിടെ നിന്ന് ചോദിക്കുകയാണ് എന്താണ് എൻ്റെ പേര് എന്ന് ചോദിച്ചാൽ കോലാണ്ട് മാറും. പിന്നെ കറക്റ്റായിട്ട് നല്ലപോലെ പറഞ്ഞു തരുമോ? ഇല്ല. എടാ എന്ന വിളിയിൽ പിന്നെ എടാ എന്ന വിളി ഇങ്ങോട്ടും കേൾക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ആളുകളെ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ് എന്നാണ് ഇതിന് സൈക്കോളജിയിൽ പറയുക. സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ്. അതിപ്പോൾ ഇങ്ങനെ പറയാൻ കുറേ വയസ്സന്മാരും എല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് ഇതൊന്നും തിരിയില്ല, എന്നാലും കുറച്ച് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വാക്കിലൂടെയുള്ള സ്റ്റിമുലേഷൻ. എന്താ സ്റ്റിമുലേഷൻ? സ്റ്റിമുലേഷൻ തന്നെ ഉത്തേജിപ്പിക്കലാണ്. എന്ന് പറഞ്ഞാൽ ഒരാളോട് എന്താ മോനെ നിൻ്റെ പേര് എന്ന് ചോദിക്കുന്നതും എന്താടാ എൻ്റെ പേര് എന്ന് ചോദിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും രണ്ട് സ്റ്റിമുലിയാണ്. ഒന്ന് എന്താ മോനെ നിൻ്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ സ്റ്റിമുലേഷൻ ഭയങ്കര പോസിറ്റീവാകും, നല്ല രീതിയിലാണ് മൂപ്പര് ചോദിച്ചത്. മനസ്സിലായോ? നേരെ എന്താണ് എൻ്റെ പേര് എന്ന് ചോദിച്ചാൽ ഈ സാറന്മാരുണ്ടല്ലോ, അധ്യാപകരൊക്കെ മൂപ്പര് നോട്ടൊക്കെ എടുത്തിട്ട് പോളാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യം. കിട്ടണോടത്തിട്ട് ചിലപ്പോൾ ഇപ്പോഴത്തെ അധ്യാപകരൊക്കെ അടിച്ചു വരും. കാരണം സ്റ്റിമുലി മോശമായാൽ റെസ്പോൺസ്, അതിൻ്റെ അങ്ങോട്ട് റെസ്പോൺസ് എന്നാണ്, മനസ്സിലായില്ലേ? നമ്മുടെ അങ്ങോട്ടുള്ള വാക്കുകളും എന്താവും? മോശമാവും. ഇങ്ങോട്ട് നല്ല പോലെ എന്നാൽ അങ്ങോട്ട് നല്ല പോലെ വെക്കും. പക്ഷേ പ്രായം ചെന്ന ആളുകൾക്കൊരു പ്രശ്നമുണ്ട്. അവർക്ക് കയ്യിൻ്റെ ഷോൾഡറിനൊരു വേദന വന്നാൽ, നെക്കിനൊരു പെയിന് വന്നാൽ, അവരുടെ തലയിലൊരു തലവേദന വന്നാൽ പിന്നെ ഡയലോഗ് തെറ്റും. ഞാൻ പറഞ്ഞു, മനസ്സിലായോ? യുവാക്കളായ നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതുവരെ ഒരു രോഗവും ഇല്ല. അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ. ഞാൻ കുറച്ച് തടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തടി കുറച്ചതാണ്. എന്നോട് തങ്ങളും ചോദിച്ചു എന്തേ പത്ര തടി കുറഞ്ഞതെന്ന്. ഞാൻ രാവിലെ ഒന്നും ഷട്ടിൽ കളിക്കാൻ പോകലുണ്ട്, പിന്നെ ഫുഡൊന്നും കുറച്ചിട്ടുണ്ട്, അല്ലാതെ എനിക്ക് രോഗം വന്നിട്ടൊന്നുമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ. എനിക്ക് കുറച്ച് ഭാരം കൂടിയിരുന്നു. ഉമ്മത്ത് തിന്നാൻ തന്ന 106 കിലോ വരെ ആയിരുന്നു. അതിപ്പോൾ കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് കാൽമുട്ടിനൊക്കെ പ്രശ്നം, കാരണം മണിക്കൂറുകളോ നിന്ന് പ്രസംഗിക്കുമ്പോഴൊക്കെ പ്രശ്നമാണ്. അവിടെ ഞാൻ രാവിലെ ഒന്ന് ഷട്ടിൽ കളിക്കാൻ പോകും. അതേമാതിരി രാവിലെ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് 2-3 ഈത്തപ്പഴം തിന്ന നിങ്ങൾക്ക് തോന്നി ഇയാളെന്താ അത് കിട്ടിയപ്പോൾ 2-3 തിന്നല്ലോ എന്നൊക്കെ ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും. ഞാൻ രാവിലെ ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരുന്നതാണ്. വേറെ ഒന്നും ഞാൻ നാസ്തയിൽ കഴിക്കാറില്ല, പുട്ട് കഴിക്കാറില്ല, പൊറോട്ട കഴിക്കാറില്ല, ഒന്നുമില്ല. ഈ അടുത്ത കാലത്തായി ഒരു ജ്യൂസും കുടിച്ചാണ്ട് വരും. എന്നിട്ട് പിന്നെ എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ 2 മണിക്കാണ്. വൈകുന്നേരം ലേശം ഓട്സ് കുടിക്കും. എന്നിട്ട് പിറ്റേന്ന് 13
മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുക. എനിക്കതൊരു പ്രശ്നമല്ല ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശീലമായിപ്പോയി. അതുകൊണ്ട് കുറേ തടി അങ്ങോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് പെയിനുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും, ഇറിറ്റേഷൻ എന്നാണ് അതിന് പറയാം. ഞാൻ പറഞ്ഞ മനസ്സിലാണല്ലോ. ഇപ്പോൾ ഈ വയസ്സന്മാരായ ആൾക്കാർ എടാ എന്നോടല്ലേ പറഞ്ഞ് വേണ്ടി വരാൻ എന്ന് പറഞ്ഞത്, ഇവിടെ വേറെ വേദന ഉണ്ടാവും ഈ പാവത്തിന്. എന്താ തന്തങ്ങൾ ഇങ്ങനെ വിളിക്കണം നമ്മൾ പറയേണ്ട അവരോട് പോയിട്ട്. കാരണം ഒരു മനുഷ്യന് പെയിന് വരുമ്പോൾ നിങ്ങൾക്ക് തലവേദന വന്നു നോക്കിയാട്ടെ ഒരു മനുഷ്യനെ പിന്നെ മുമ്പ് കണ്ടുകൂടാതാവും. അല്ല അങ്ങനെ തന്നെയല്ലേ നിങ്ങൾക്ക് അവസ്ഥ? സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും തലവേദന കുറച്ച് കൂടുതലാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അവർ കിനസ്തറ്റിക് ഫിഗർ ആയതുകൊണ്ട് വേഗം വിഷമം ഉള്ളിലേക്ക് കയറും. സൈക്കോസൊമാറ്റിക് ഇഷ്യൂ ആണ് അത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അതും കൂടി പറഞ്ഞോട്ടെ. എന്താ സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കറിയാം. മാനസികജന്യ ശാരീരിക രോഗം. ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞൊരു ഉദാഹരണം, പെട്ടെന്ന് പേടിച്ചാൽ പനി വരും. പേടി മനസ്സിൻ്റെതാണ്, പനി ശരീരത്തിൻ്റെതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പേടി മനസ്സിൻ്റെതാണ്, പനി ശരീരത്തിൻ്റെതാണ്. ടെൻഷൻ അടിച്ചാൽ തലവേദനിക്കും. ടെൻഷൻ മനസ്സിൻ്റെതാണ്, തലവേദന തലക്കന്നെയാണ്. അതുകൊണ്ട് ഈ തലവേദന എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ടാണ് ആണുങ്ങൾ ഇത്രമാത്രം അറ്റാക്കായിട്ട് മരിക്കണമെന്നറിയോ? ഇതിനൊക്കെ കുറേ പഠനങ്ങളുണ്ട്. പെണ്ണുങ്ങൾ വല്ലാണ്ട് അറ്റാക്കായിട്ട് മരിക്കൂല. ചില പെണ്ണുങ്ങൾ പറയും നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ മരിക്കുന്നതാണ് തോന്നുന്നത്. ആ പറയുമ്പോൾ തന്നെ അറിയാം അവൾ കുറേ കഴിഞ്ഞിട്ടാണ് മരിക്കണം എന്നുള്ള മനസ്സിലുള്ളത്. ആണുങ്ങൾ വേഗം മരിച്ചു പോകാൻ നല്ലത് കേട്ടോ. അതും കൂടി പറഞ്ഞുതരാം. കുടുംബജീവിതം നല്ല പോലെ ആവണമെങ്കിൽ ഉപ്പമാരാദ്യം മരിച്ചു പോകാൻ നല്ലത്. എല്ലാവരും സങ്കടപ്പെടുന്നും വേണ്ട. കാരണം ഉമ്മ പിന്നെയും ഉമ്മ എന്തായാലും ഇവന് രണ്ടാം കല്യാണത്തിനൊന്നും പോകാൻ നിൽക്കില്ല. വാപ്പ എന്താവും തന്നെ ജീവിച്ചിരിക്കണമെങ്കിൽ ഇവൻ അയാൾക്ക് എന്തെങ്കിലും ഹെൽപ്പിനൊരാൾ, അതോടുകൂടി കുടുംബം അങ്ങട്ടായി ഇങ്ങട്ടായി ആകെ പ്രശ്നമാവും. അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഉമ്മാർ മരിക്കാതിരിക്കുകയും വാപ്പാർ വേഗം വേഗം പോവുക ചെയ്യാൻ നല്ലതാണ്. നമ്മളൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അത് മലപ്പുറം ജില്ലയിൽ കൂടുതൽ അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ ഒരുപാട് വയസ്സ് വരെ നിൽക്കുന്നുണ്ട്. കാരണം ബാക്കിയുള്ളവരൊക്കെ അറ്റാക്കായിട്ട് അടിച്ചങ്ങനെ പോവുകയാണ്. അതിൻ്റെ പഠനം എന്താണെന്ന് പറയുക, നിങ്ങൾ ഈ അറ്റാക്ക് എന്ന് പറഞ്ഞ സാധനം വെറുതെ കൊളസ്ട്രോൾ കൊണ്ട് മാത്രം വരുന്നതല്ല. ഇത് സ്ട്രെസ് കൊണ്ട് വരുന്നൊരു സാധനമാണ്. മനുഷ്യൻ്റെ ഉള്ളിലിങ്ങനെ സ്ട്രെസ്സ് വെച്ച് ആരോടും പറയാതെ കൊണ്ടടന്നാൽ എന്താകും? ക്യാൻസറിനെ കുറിച്ച് പഠനമുണ്ട്. ആളുകളോടധികം മിണ്ടാതെ സംസാരിക്കാതെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചാൽ അയാൾക്ക് ക്യാൻസർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യത കൂടുതലാണെന്നാണ്. റിട്ടയർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇപ്പം വയസ്സായ ആൾക്കാരോട് വന്നില്ല സന്തോഷം ഉണ്ട് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊക്കെ കുറേ കൂടി ആയുസ് വന്നത് എങ്ങനെയെന്നറിയോ? ഈ പ്രായത്തിൽ നിങ്ങൾ ഇതിനൊക്കെ ഇറങ്ങിപ്പുറപ്പെടുകൊണ്ടാണ്. പീഡിയക്കൊലായ്മ ഇരുന്നിട്ട് സംസാരിക്കണ വയസ്സന്മാരുണ്ടല്ലോ, നമ്മളവരൊക്കെ മോശമാക്കി പോരും. പീഡിയക്കൊലായ്മ ഇരുന്നിട്ട് ഇപ്പോഴും തന്തക്ക് ഇത് പറയല പണിയെന്നൊക്കെ. പക്ഷെ അവർ ഭയങ്കര ആഹ്ലാദത്തിലാണ്. ഒരു പോക്കരാക്ക വരും, ഒരു മൈമുട്ടിയാക്ക വരും, ഒരു കുഞ്ഞാക്ക വരും, മൂന്നാളും കൂടി പഴയ കഥയൊക്കെ പറഞ്ഞിരിക്കും. അവർ കുറച്ചും കൂടി സജീവാണ്. അതിൽ ഈബത്തും നമീമത്തും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടിയാണ്ട് ഒളിച്ചാണ്ട് പോവും. നേരെ മറിച്ച് വീട്ടിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പേപ്പർ വായിച്ച്, പേപ്പർ ഇപ്പോൾ എത്ര നേരം വായിക്കേണ്ട? അരമണിക്കൂർ. അത് കഴിഞ്ഞാൽ പിന്നെ ചിന്തിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് ഇൻട്രാക്ഷൻ ഇല്ല, സോഷ്യൽ ഇൻട്രാക്ഷൻ. അപ്പോൾ CH സെൻറ്ററിനെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ സോഷ്യൽ ഇൻട്രാക്ഷനും കൂടി തുടങ്ങുകയാണ്. ഞാൻ പറയാം, സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പണിയരല്ല കേട്ടോ. ഈ പ്രായം ചെന്ന ആൾക്കാരെയും കൊണ്ട് വയനാട്ടിലേക്ക് കൊടുക്കുന്നൊരു യാത്ര പോകണമെന്നാണ് ഞാൻ പറയാം. പോയിട്ടുണ്ടല്ലേ? മാഷാ അല്ലാ. പോയിക്കണമെങ്കിൽ ഇടക്കിടക്ക് പോകലുണ്ട്. അതൊക്കെ തന്നെ രസമെന്ന്. 100 ആളായിട്ടോ 90 ആളായിട്ട് പോയി. അതാണ് അത് നിങ്ങൾ ചെയ്യണം. കാരണം എന്താണെന്ന് ആൾക്കാരൊന്ന് പുറത്തിറങ്ങട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാന്നാണ് മെല്ലെ കൊണ്ടുപോയിട്ട്, ഇതുവരെ കുളത്തിൽ കുളിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്നുകൊണ്ട് ഇറക്കുക. ഞാൻ കൊണ്ടുപോകലുണ്ട്. എറണാകുളത്തേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് എന്താ പറയുക, നമ്മളെ ലുലു മാളിൽ കൊണ്ടുപോയിട്ട് എസ്കലേറ്ററിൽ കയറ്റിയ സമയത്ത് ആണ്ട് കാലേക്കും ഇങ്ങോട്ട് വെക്കും. കാരണം ജീവിതത്തിൽ എസ്കലേറ്ററിൽ കയറാത്ത ആൾക്കാരുടെ വയസ്സന്മാർ, ഗൾഫ് പോയവരൊക്കെ അതെല്ലാം പറഞ്ഞതല്ലാത്തവരെ. അതിൽ എറണാകുളം കാണുന്ന 12-13 പേരുണ്ട് ആദ്യമായിട്ട് ജീവിതത്തിൽ എറണാകുളം കാണുന്ന ആൾക്കാർ. ഇതൊരു രസകരമായ പ്രോസസ്സിംഗ് ആണ്.